ആദ്യം തന്നെ ഈ തമിഴ്നാട് ചീഫ് മിനിസ്റ്ററായ ജോസഫ് വിജയ് എന്ന അവർക്ക് എൻ്റെ നമസ്കാരം. ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ എല്ലാവരും കരുതും അവർക്ക് VRS കൊടുത്ത് പോയിക്കൂടെ എന്ന്. അത് ശരിയാവില്ല. അതുകൊണ്ടാണ് എൻ്റെ ഭർത്താവ് ഉൾപ്പെടെ കുറച്ച് തൊഴിലാളികൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നത്. ഇതെന്താവും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒന്നുണ്ട്, ഈ തീരുമാനം നല്ലതാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. കാര്യത്തിലേക്ക് വരാം. അതായത് തമിഴ്നാട് അരസ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ്. 58 വയസ്സുള്ള റിട്ടയർമെൻറ്റ് 60ലേക്ക് നീട്ടിയതിനെ പറ്റിയാണ് എൻ്റെ ഈ വിഷയം. 35 വർഷം ജോലി ചെയ്ത അവർക്ക് ഇപ്പോൾ കാലുവേദനയും ശരീരവേദനയും എല്ലാമായി കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതിൽ വേദനാജനകമായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സമയത്തിന് ഭക്ഷണം കഴിക്കുന്നതോ യൂറിന് പോകാനോ പറ്റാത്തൊരു അവസ്ഥയിലേക്കാണ് അങ്ങനെയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഭർത്താവിന് മാത്രമല്ല എല്ലാ തൊഴിലാളികൾക്കും, അതായത് ഈ ബസ്സിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. ഇതിപ്പം 58 വയസ്സ് വരെയെങ്കിലും ഇവർ എങ്ങനെയെങ്കിലും ജോലി ചെയ്തിട്ട് നമ്മളെ ശരീരം എന്താണ് ഏത് അവസ്ഥയിലേക്കാണ് പോകണമെന്നൊന്നും ശ്രദ്ധിക്കാതെ തന്നെ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് സമയത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത് തന്നെ നമുക്ക് വേറെ ഓരോ അസുഖങ്ങൾ വരുന്ന ഓരോ അതിലേക്കാണ് എത്തിപ്പെടുക. അതേപോലെ തന്നെ സമയത്തിന് യൂറിന് പോകാതിരുന്നാലും കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആണുങ്ങളായാൽ അത് അതിനെക്കാട്ടും അപ്പുറമാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പം ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിൽ നിന്ന് ഒരു തീരുമാനം, 58 വയസ്സായാലും നമുക്ക് റിട്ടയർഡ് ആയിട്ട് വീട്ടിലിരിക്കാമല്ലോ, ഭാര്യൻ്റെയും മക്കളെയും കൂടെ ഇരുന്ന് കുറച്ച് വിശ്രമ ജീവിതം നയിക്കാമല്ലോ എന്ന് വിചാരിക്കുന്ന സമയത്ത് പക്ഷേ ഇത് തീരുമാനം മാറി 58 എന്നുള്ളത് 60ലേക്ക് മാറി. അപ്പം ഇങ്ങനെ ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടുന്ന കുറേയേറെ പ്രായം ചെന്ന ഈ ബസ് ഡ്രൈവർമാരായാലും കണ്ടക്ടർമാരായാലും ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് ഇപ്പോൾ എന്താ പറയുക, കുറേ ചെറുപ്പക്കാരിവിടെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. എന്താ പറയുക, ഈ വയസ്സായ ആൾക്കാരെ, അതായത് പ്രായം ചെന്ന വ്യക്തികളെ റിട്ടയർമെൻറ്റിന് അനുവദിച്ചിട്ട് ഈ ജോലിയില്ലാത്ത കുറേ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്ന ഒരു അവസരം കൂടിയല്ലേ അത്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് അങ്ങനെ തോന്നുന്നത്. എന്താ വെച്ചാൽ ഇങ്ങനെ പുതിയ വ്യക്തികളെ ഡ്രൈവർമാരൊന്നും എടുക്കുന്നില്ല ഈ സ്ഥലത്തേക്ക്. അപ്പം അത് വലിയ പ്രശ്നം തന്നെയല്ലേ. അത് ഈ വയ്യാത്ത ആൾക്കാർ തന്നെ വീണ്ടും ഈ രാത്രി ടൈമിലൊക്കെ ഒരു 2 മണി 3 മണി സമയത്തൊക്കെ ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്കാർ, അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ആ ജോലിക്ക് പോയാലേ അതറിയുള്ളൂ. ഞാൻ അവർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാകുന്ന ഓരോ വിഷമങ്ങളും കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ഈ സംസാരിക്കുന്നത്. എല്ലാവർക്കും നല്ല സുഖമുള്ള ജോലിയൊന്നും കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ 58 എന്നുള്ളത് 60ലേക്ക് ആക്കിയപ്പോൾ വല്ലാത്ത പ്രയാസങ്ങളാണ് നേരിടുന്നത്. ഇത് ഈ മധുരയിൽ നമ്മളെ ഒരു ദൈവപുത്രനായിട്ട് അവതരിച്ച് വന്നിട്ടുണ്ടല്ലോ നമ്മളെ ജോസഫ് വിജയ് എന്ന് പറഞ്ഞ നമ്മളെ ദൈവപുത്രൻ. ആ ദൈവപുത്രൻ ഇപ്പം എല്ലായിടത്തും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിയെത്തി ആ കാര്യങ്ങൾക്ക് പരിഹാരം ചെയ്ത് എല്ലാത്തിലും എല്ലാ കാര്യങ്ങളും നിറവേറ്റി കൊടുക്കുന്ന ഒരാളുണ്ടല്ലോ നമുക്കിപ്പോൾ. അപ്പോൾ എനിക്ക് തോന്നി ഇതെന്തുകൊണ്ട് ഈ ചീഫ് മിനിസ്റ്റർ ആൾക്ക് മനസ്സിലേക്ക് ഈ ഒരു വിഷയം എത്തിച്ചാൽ ഇതിലെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളത് എൻ്റെ മനസ്സ് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇതിങ്ങനെ യൂട്യൂബിലൂടെ ആയാലും ഫേസ്ബുക്കിലൂടെ ആയാലും ഞാനിത് സംസാരിക്കാൻ തയ്യാറായത്. ഇതിൻ്റെ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാക്കിയിട്ട് എന്താ പറയുക, ഈ
പ്രായമായ ആൾക്കാർക്ക് കുറച്ചൊരു റെസ്റ്റ് വേണ്ട സമയമാണ് ഇപ്പോൾ. രാത്രി സമയത്തൊക്കെ ഇങ്ങനെ ജോലി ചെയ്യാനൊന്നും വയ്യാത്ത ആൾക്കാർ കുറേ ആൾക്കാരുണ്ട്. ഷുഗർ വന്നിട്ടും ഒക്കെ ശരീരത്തിന് സൂക്കേടുകൾ അധികരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. ഈ 58 വയസ്സിലൊക്കെ അവർ ജോലി ചെയ്തിട്ട് ഇത്രയും സമയമായില്ലേ, ഇനി അവർക്കൊരു ഇത് വേണ്ടേ, സമാധാനം സ്വസ്ഥതയായിട്ടുള്ള ജീവിതം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി മാത്രമല്ല, ഈ ജോലിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ എൻ്റെ ഈ സംസാരത്തിനെ കൊണ്ട് എന്തെങ്കിലും ഇത് എന്താ മാറ്റം, അതായത് ഒരു ഗുണം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്നെ എനിക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിലും ഇതൊരു തീരുമാനമായി കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ മധുര എന്നുള്ള ഈ തമിഴ്നാട്ടിൽ ഈ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും തുറന്നു പറഞ്ഞ് സങ്കടങ്ങൾ പറഞ്ഞാൽ ഓടിയെത്തിയിട്ട് കാര്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുന്ന ഒരു ആൾ നമ്മളെ കൂടെ ഉണ്ടല്ലോ. എന്തിനും ഏതിനും നമുക്കത് തുറന്നു പറയാനുള്ള ഒരു വ്യക്തിത്വം നമുക്ക് തന്നതിന് ഈ മലയാളിയായ ഞാൻ ഒരുപാട് കുമ്പിടുന്ന ആ വ്യക്തിൻ്റെ കാലിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം ഇത് പരിഹരിച്ച് തരും എന്നുള്ളത് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഇത് വിടുന്നത്, ഈ വീഡിയോ വിടുന്നത്. എന്തായാലും ഈ ഒരു സംഭവങ്ങളിൽ, അതായത് ജോലി ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ വീട്ടിലേക്ക് പറഞ്ഞയക്കാനും, ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഈ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാനും ഈ എൻ്റെ ഒരു സംസാരം കൊണ്ട് ചെറിയൊരു മാറ്റങ്ങളിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാനതിൽ വലിയൊരു സന്തോഷവതിയാവും. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ആ ഓരോ സ്ഥലത്ത് ഓരോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ പോയി അന്വേഷിച്ചാലേ എല്ലാം ക്ലിയറായിട്ട് കിട്ടുള്ളൂ. അവിടെ എന്തെല്ലാം നടക്കുന്നുണ്ട്, അവിടെ എന്തെല്ലാം പ്രവൃത്തികളുണ്ട്, ആർക്കൊക്കെ വേണ്ടിയിട്ട് ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ അറിയാൻ കഴിയും അവിടെ പോയാൽ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കാനുള്ള ഒരു ഇത് വന്നത് എന്താ വെച്ചാൽ, എൻ്റെ ഭർത്താവിന് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പം ജോലി ചെയ്യാൻ പറ്റണില്ല. കാരണം ജോലി കഴിഞ്ഞ് വന്നാലുള്ള ഈ വേദനകളും ശരീരവേദന, കാലുവേദന എല്ലാം ഉണ്ട്. അവർ പറ്റാണ്ട് അവർ ജോലിക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിത് പറയാനുള്ളൊരു ധൈര്യം എനിക്ക് വന്നത് അതിലൂടെയാണ്. ഈ ഒരു കാര്യം എനിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കാമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാനിത് ധൈര്യപൂർവ്വം ഞാനിത് ലോകത്തിനെ അറിയിക്കുകയാണ്. അതിനെക്കൊണ്ട് ഈ ഒരു കാര്യത്തിനൊരു നല്ലൊരു തീരുമാനം, അതായത് 58 വയസ്സ് എന്നുള്ളത് 60ലേക്ക് കടക്കാതെ പ്രായമായവരൊരു നല്ലൊരു ഇത് കൊടുത്തിട്ട് റിട്ടയർമെൻറ്റിൻ്റെ സമയമാണെങ്കിൽ അതിന് അനുവദിച്ചും കൊണ്ടുള്ളൊരു നിയമനം, അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം വന്നിട്ട് ഞങ്ങൾക്കിതിനൊരു നല്ലൊരു തീരുമാനം വരും എന്നുള്ള ആ പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ഈ സംസാരം നിർത്തുകയാണ്. ജോസഫ് വിജയ് എന്ന നമ്മളെ വിജയ് അണ്ണനാണോ തമ്പിയാണോ എന്തോ മകനാണോ എന്താണെന്നറിയില്ല. എനിക്ക് എങ്ങനെ അത് വിശേഷിപ്പിക്കണം എന്ന് എനിക്കറിയില്ല. ഞാൻ മലയാളിയാണ്. ഞാൻ സെക്കൻഡ് മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ എനിക്ക് ആദ്യമായിട്ടൊരു വോട്ടർ കിട്ടിയതാണ് ഇവിടെ. അത് ഞാൻ ഈ സാറിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. വിജയ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും ചെയ്തത്. എന്നിരുന്നാലും എല്ലാ തരത്തിലും ഓരോരോ നല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്നത് കാണുമ്പോഴും കേൾക്കുമ്പോഴും, പേപ്പർ വായിച്ചിട്ട് എൻ്റെ ഭർത്താവ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും ഒക്കെ നല്ല സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഉൾക്കൊള്ളുന്നത്. അതേപോലെ ഈ കാര്യത്തിലും ഒരു നല്ലൊരു തീരുമാനം എടുക്കും, ഞങ്ങൾക്കൊരു നല്ലൊരു മാറ്റം ഉണ്ടാവും എന്നുള്ളത് വിശ്വസിച്ചുകൊണ്ട് ഈ സംസാരം ഞാൻ നടത്തട്ടെ. താങ്ക് യു.